നമസ്കാരം. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. കേന്ദ്ര മന്ത്രിമാരായ അശ്വിനി വൈഷ്ണവിനും എൽ മുരുകനും BJP രാജ്യസഭയിലേക്ക് രണ്ടാമതൊരു അവസരം കൂടി നൽകുന്നുമുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. എന്തായാലും അശ്വിനി വൈഷ്ണവിനെ പിന്തുണയ്ക്കാൻ ഒഡീഷയിൽ നിന്നുള്ള BJD ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുമുണ്ട്. അനാരോഗ്യം മൂലമാണ് സോണിയാഗാന്ധി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നത് എന്നുള്ള സൂചനകൾ വളരെ വ്യക്തമാണ്. കാരണം കഴിഞ്ഞ കുറെ കാലമായി അവരെ അനാരോഗ്യം അലട്ടുന്നുണ്ട്. പൊതുവേദികളിൽ പോലും സോണിയാഗാന്ധി പ്രത്യക്ഷപ്പെട്ടത് ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷമായിരുന്നു. ഇതിനെ രാഷ്ട്രീയ വനവാസം എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്നെങ്കിൽ പോലും സത്യം അതായിരുന്നില്ല. അവരുടെ അനാരോഗ്യം തന്നെയായിരുന്നു അവരെ പിന്നോട്ടടിച്ചത്. എന്തായാലും നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് വേണ്ടി ജയ്പൂരിലെത്തിയ സോണിയെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ അനുഗമിച്ചിട്ടുമുണ്ട്. 2004 മുതൽ ഉത്തർപ്രദേശിലെ റായ്ബലിയിൽ നിന്നുള്ള ലോക്സഭാ അംഗമായിരുന്നു സോണിയാഗാന്ധി. എന്തായാലും സോണിയാഗാന്ധി കോൺഗ്രസിന്റെ ഒരു സജീവ രാഷ്ട്രീയത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്നോട്ട് നടക്കുമ്പോൾ കോൺഗ്രസ് തന്നെ പിന്നോട്ട് നടക്കുന്നു എന്നതുകൂടി വളരെ ശ്രദ്ധേയമാണ്. എന്തൊക്കെ രാഷ്ട്രീയപരമായ എതിർപ്പുകൾ ഉണ്ട് എങ്കിൽ പോലും സോണിയാഗാന്ധി എന്ന നേതാവിനെ, സോണിയാഗാന്ധി എന്ന സ്ത്രീയെ അംഗീകരിച്ചു കൊടുത്തേ മതിയാവൂ. കാരണം ഇത്രയും വലിയ ഒരു പ്രസ്ഥാനത്തെ ഏറെ നാൾ താങ്ങി നിർത്തിയത് അവർ തന്നെയായിരുന്നു. പിന്നീട് അവർ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിന്നോട്ട് നടന്നു തുടങ്ങിയ സമയത്താണ് ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടി ഇത്ര കണ്ട് ക്ഷയിച്ചു പോയത് എന്ന് പോലും നമുക്ക് പറയേണ്ടി വരും. നമുക്കറിയാം, രാജ്യത്ത് കോൺഗ്രസിന്റെ 3 ഉരുക്കു കോട്ടകളുണ്ട്. ഈ 3 ഉരുക്കു കോട്ടകളിൽ കോൺഗ്രസ് ആരെ നിർത്തിയാലും അത് വിജയിച്ചു കയറിയ ചരിത്രമേ ഉള്ളൂ. പ്രത്യേകിച്ചും ഗാന്ധി കുടുംബത്തിൽ നിന്നും ആരെത്തിയാലും അവരെയൊക്കെ വിജയിപ്പിച്ച് വിട്ട 3 മണ്ഡലങ്ങൾ എപ്പോഴും കോൺഗ്രസിനോടൊപ്പം മാത്രം നിന്ന, ആരും തിരിഞ്ഞു നോക്കിയില്ല എങ്കിൽ പോലും തെരഞ്ഞെടുപ്പിന്റെ അന്ന് ചെന്ന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും കോൺഗ്രസിനൊപ്പം മാത്രം അടിയുറച്ചു നിന്ന 3 മണ്ഡലങ്ങൾ കൂടി കോൺഗ്രസിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാമത്തെ മണ്ഡലം ഉത്തർപ്രദേശിലെ അമേഠി തന്നെയാണ്. രാഹുൽ ഗാന്ധി അവിടെ നിന്ന് മോടി ഒളിച്ച് വയനാട്ടിൽ എത്തിയിരിക്കുന്നു. സ്മൃതി ഇറാനിയാണ് നിലവിൽ അവിടെ നിന്നുള്ള ലോക്സഭാ പ്രതിനിധി. മറ്റൊന്ന് ഉത്തർപ്രദേശിലെ തന്നെ റായ്ബറേലിയാണ്. നിലവിൽ റായ്ബറേലിയിലെ MP സോണിയാഗാന്ധിയാണ്. ഇനി അടുത്തതായി ആ ഒരു മുഖമായി വരാൻ പോകുന്നത് അവരുടെ പിൻഗാമി കൂടിയായ പ്രിയങ്ക ഗാന്ധി ആയിരിക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ വളരെ ശക്തമാണ്. അങ്ങനെ പ്രിയങ്ക ഗാന്ധിയെ ലോക്സഭയിലേക്ക് വിടാനുള്ള കോൺഗ്രസിന്റെ ഒരു സേഫ് സോണായി കൂടി റായ്ബറേലിയെ കാണേണ്ടതുണ്ട്. എന്തായാലും അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലുള്ള മണ്ഡലമാണ്. ബെല്ലാരിയാണ്. വലിയ പാരമ്പര്യമുള്ള കർണാടകത്തിലെ മണ്ഡലമാണ്. ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ്. നമുക്കറിയാം, അവിടെ സോണിയാഗാന്ധിയും BJPയുടെ സുഷമ സ്വരാജും തമ്മിൽ ഏറ്റുമുട്ടിയ സമയത്ത് പോലും സോണിയയ്ക്കൊപ്പം അടിയുറച്ചു നിന്ന ഒരു മണ്ഡലമാണ് ബെല്ലാരി. പക്ഷേ ഇന്ന് ബെല്ലാരി മണ്ഡലവും BJPയുടെ കയ്യിലാണ്. അങ്ങനെ ഈ 3 ഉരുക്കു കോട്ടകളിൽ 2ഇടത്തും BJP അവരുടെ പതാക പാറിക്കുന്നുണ്ട്. ഇനി മിച്ചമുള്ളത് റായ്ബറേലി മാത്രമാണ്. അവിടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കും? ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള ആൾ തന്നെ ആവുമോ, പ്രിയങ്ക തന്നെ ആയിരിക്കുമോ എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും രാഹുലിന്റെ ഒരു വ്യക്തിപ്രഭാവം പോരാഞ്ഞിട്ടാണോ പ്രിയങ്ക ഗാന്ധിയെ കൂടി സജീവമായി ഈ ഉരുക്കു കോട്ടയിലേക്ക് കോൺഗ്രസ് ഇറക്കുന്നതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിന്റെ ഒരു യുഗം തന്നെ കഴിയുന്ന ഒരു അവസ്ഥാവിശേഷം, ഏറെ പാരമ്പര്യമുള്ള പാർട്ടി, ഏറെക്കാലം രാജ്യത്തെ നയിച്ച പാർട്ടി. പക്ഷേ ഗാന്ധി കുടുംബം ഓരോ മണ്ഡലങ്ങളിൽ നിന്നും പടിയിറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം അവരുടെ മുതിർന്ന നേതാവും സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിൻവാങ്ങിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.